നമസ്കാരം. സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഇന്ന് നമ്മുടെ ഒരു യാത്രയല്ല, നമ്മളിന്നൊരു റൂമിലാണ്. ഒരു വലിയ സംരംഭമാണ്. എന്നെ സംബന്ധിച്ച് വലിയ സംരംഭമല്ല. ഞാൻ ഇതിന് മുന്നേ ഒട്ടനവധി അതിഥികളെ അപകടത്തിൽപ്പെടും. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ കണ്ട് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് പാമ്പിനെ ചികിത്സിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഒട്ടനവധി നൂറുകണക്കിന് എനിക്കാണ് അറിയാം. എന്നെ പാമ്പിനെ മണ്ണെണ്ണ ഒഴിച്ച് വിളിച്ചുകൊണ്ട് പോയവർ, കല്ലെറിഞ്ഞ് ഓടിച്ചവർ, അതുപോലെ അടിച്ചോടിച്ചവർ, അത് കഴിഞ്ഞ് എന്താ പറയുക വണ്ടിയെ വാഹന അപകടങ്ങളിൽപ്പെട്ടതൊക്കെ ഒരുപാട് ഞാൻ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതൊക്കെ ഞാൻ ആദ്യമൊക്കെ നമ്മൾ ജോ ജേക്കബ് എന്നറിയപ്പെടുന്ന സൂല ഡോക്ടർ ഉണ്ടായിരുന്നു. പിന്നെ അത് ഇപ്പോൾ ഉള്ള ജേക്കബ് നമ്മുടെ സൂലുണ്ടായിരുന്നു. ഇപ്പോൾ പ്രൊമോഷനായി നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് കൊടപ്പനക്കുന്നിലേക്ക് മാറിപ്പോയി നമ്മുടെ ജേക്കബ് അലക്സാണ്ടർ സാർ ഒട്ടനവധി അതികൾ നമുക്ക് എന്താ പറയുക അപകടത്തിൽപ്പെട്ട അതിൽ നമുക്ക് മരുന്ന് വെച്ച് അല്ലെങ്കിൽ കുത്തിക്കെട്ടിയൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേയായി ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. ചെറിയ അപകടത്തിൽ കിട്ടുന്നതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചികിത്സിച്ച് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് ഈ റൂമിനകത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുന്നത് മൺമളയ്ക്ക് അടുത്തുനിന്നൊരു വാഹന അപകടത്തിൽ മുറിവുണ്ടായ തൊലി ഇങ്ങനെ പടർന്നു പോയിരിക്കുന്ന ഒരു മൂർഖിന് അതിഥിയെ കിട്ടും. നല്ല സൈസുള്ള ഒരു മൂർഖിന് അതിഥിയെ കിട്ടിയിട്ടുണ്ട്. കുത്തിക്കെട്ടുന്നില്ല, കുത്തിക്കെട്ടെ പഴുത്തിട്ടുണ്ടാകുന്ന സംശയം സ്മെല്ലുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ പുഴു ഉണ്ടാവാതെ, കൃമി ഉണ്ടാവാതെ അതിനെ ഒന്ന് മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കി ബാൻഡ് ചെയ്ത് കാട്ടിലേക്ക് വിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ അതിഥിയെ ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു മുറുക്കനതി എന്നും പറഞ്ഞ് നിങ്ങളുടെ വീട്ടിലൊരു മുറുക്കനതി കിട്ടിയാൽ നിങ്ങളാരും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നിൽക്കരുത്. അറിഞ്ഞുകൂടാത്തവർ ഞാൻ നമ്മുടെ അതിഥിയെ ഒന്ന് പരിചയപ്പെടുത്താം. ഈ പൈപ്പ് നമുക്ക് അനിവാര്യമാണ്. പൈപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് എയർ ഉണ്ട്. ഇത് നമ്മുടെ ബാത്റൂമിലൊക്കെ എയർ പോകാൻ വയ്ക്കുന്ന പൈപ്പാണ്. പക്ഷേ ഇവിടെ നമുക്ക് എയർ പോകാനുള്ള ഒരു നെറ്റ് ഉള്ളതുകൊണ്ട് പൈപ്പിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇതിനകത്ത് ഈ പൈപ്പ് ഇവിടെ അടപ്പിടുണ്ടായിരില്ല, ഹോൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഞാനിത് അത്യാവശ്യം ചെറിയ മുറുക്കനെയൊക്കെ കിട്ടിക്കാൻ നമുക്ക് ഇതിനകത്ത് കയറ്റാം. ചെറിയ പമ്പിളെ കിട്ടിക്കാൻ സാധാരണ ആൾക്കാർ നിങ്ങളുടെ വീടിനകത്തൊക്കെ കണ്ട് നിങ്ങൾക്ക് കയറ്റാം. ഇങ്ങനെ വെച്ചുകൊണ്ട് ഇതിനകത്ത് കയറും. എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരു ആനിമൽസിനെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം അപകടം കൂടാതെ. അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തെ ഇതിനകത്ത് മാറ്റി വെച്ചു. അപ്പോൾ നമ്മൾ മരുന്നൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ നമുക്കിതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ വന്ന് നമ്മളദ്ദേഹത്തെ ഇങ്ങനെ ഇത് ചെയ്യാൻ പോകും. നമ്മൾ ഇദ്ദേഹത്തിൻ്റെ തല ഇതിനകത്തോട്ട് കയറ്റിയിട്ട് നമ്മൾ നന്നായിട്ട് ഇത് സാധാരണ നമ്മൾ 1-2 പേരുടെ സഹായത്തോടെയാണ് ചെയ്യണം. പക്ഷേ ഇത്തവണ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഈ തല ഈ പൈപ്പിനകത്തോട്ട് കയറ്റുമ്പോൾ നമുക്ക് കാണാം ഇതാണ് മുറിവ്. ഇത് മുറിവാണ്. പൈപ്പിനകത്തോട്ട് കയറ്റി വെച്ചാൽ മാത്രം പോരാ. നമ്മൾ ചെറുതായിട്ട് ഒന്ന് എന്താ പറയുക, ഈ മുറിവാണ്, നോക്കൂ, ഇതാണ് മുറിവ്. ഇതാണ് മുറിവ്. ശരീരത്തിൻ്റെ വയറ് പൊത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ബാൻഡ് ചെയ്യുന്നത് നമ്മുടെ ഇത് വെച്ച് ഒന്ന് ഒട്ടിച്ച് ബാൻഡ് ചെയ്തെന്നറിയും, പുറകോട്ട് വരാതിരിക്കാനായിട്ട്. പുറകോട്ട് വരുമ്പോൾ മുന്നിലേക്ക് പോയാലും കുഴപ്പമാണ്, പിന്നിലേക്ക് വന്നാലും കുഴപ്പമാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ നല്ലതായിട്ട് അദ്ദേഹം വേദനിച്ചിട്ടായിരിക്കാം, നല്ലതായിട്ട് ബ്രീത്ത് ചെയ്യുന്നുണ്ട്, എയർ എടുക്കുന്നതാണ്. പക്ഷെ നമുക്കിത് ഒട്ടിക്കാതെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒട്ടിക്കാതെ ചെയ്യാൻ പിന്നെ നമ്മൾ വേറെ പ്രത്യേകമുള്ള വെച്ചാൽ മയക്കി ചെയ്യുന്നതും റിസ്ക്കാണ്. കാരണം മയക്കി ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഇതിനെ കുറേ കാലങ്ങൾക്ക് മുന്നേ നമ്മൾ ഇത് കണക്കുള്ള രീതിയെ ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ, ഇതിൽ സെഡേഷൻ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് മരണം സംഭവിച്ചു. നമുക്കറിയാം നമുക്കറിയാമല്ലോ ഇപ്പോൾ സെഡേഷൻ കൊടുക്കുക റിസ്ക്കാണ്. നമുക്ക് ഈ അടുത്ത കാലത്തൊക്കെ നമുക്ക് മയക്കുപിടി വെച്ച കരടി ചത്തതുൾപ്പെടെ, അതുപോലെ നമുക്ക് മയക്കുപിടിച്ച പുലി, ഇപ്പോൾ കിണറ്റി വീണ പുലി മരണപ്പെട്ടതുൾപ്പെടെ ഒട്ടനവധി അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് കാണാം ഇവിടെ. ഇതാണ് ആ മുറിവ്. നോക്കൂ, ഇതാണ് ആ മുറിവ് അല്ല. ആ എയർ പുറത്തേക്കാണ്. അപ്പോൾ നമ്മൾ കണ്ട പരമാവധി അതായത് പെട്ടെന്ന് തന്നെ അതിനെ ബാൻഡ് ചെയ്തില്ലെങ്കിൽ ആ എയർ പുറത്തേക്ക് പോകും.
നമുക്ക് നമ്മളിപ്പോൾ മുറിവ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ട്രിപ്പാണ്. നമ്മൾ ട്രിപ്പുണ്ടല്ലോ, ആ ട്രിപ്പ് ഒഴിച്ചെന്നും പറഞ്ഞ് വേറെ അപകടമൊന്നും ഉണ്ടാവുന്നില്ല. ട്രിപ്പ് വേണമെന്ന് പറഞ്ഞ് വേറെ അദ്ദേഹത്തിന് വേറെ പൊള്ളലോ അല്ലെങ്കിൽ നമ്മൾ സ്പിരിറ്റൊക്കെ ഒഴിക്കുമ്പോഴത്തെ അപകടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നല്ല ചൂടാണ്. നമ്മൾ അദ്ദേഹത്തിനെ പെട്ടെന്ന് സമയം കളയുന്നില്ല, പെട്ടെന്ന് തന്നെ അവർ ഒരുപാട് പേര് നമ്മുടെ എപ്പിസോഡിൽ നമ്മളെ ലൈവിലൊക്കെ നമ്മൾ ഒരുപാട് അതിലെ ട്രീറ്റ്മെൻറ്റിനൊക്കെ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ചോദിക്കുന്നത് എന്ത് പറ്റി സുരേഷ് ചേട്ടാ ഇപ്പോൾ നമ്മുടെ അപകടത്തിൽപ്പെടുന്ന അതികളെ കിട്ടുന്നുണ്ട്, ഞാൻ അപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വിടാറുണ്ടെന്ന് പറയും. ഇപ്പോൾ ഇതിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമല്ല, പിന്നെ ഇദ്ദേഹത്തിന് ഇതുപോലെ വിട്ടാൽ മരണപ്പെടും എന്നുള്ളൊരിതുകൊണ്ടും ആണ് ഞാൻ അദ്ദേഹത്തെ നമ്മൾ അഴുക്കില്ല, സ്മെല്ലായിട്ടുണ്ടെങ്കിൽ അഴുക്കില്ല. ഇതുണ്ടോ, ഏറെ പുറത്തേക്കുന്നുണ്ട് പാവം. കുത്തിക്കെട്ടാനും മരുന്നില്ല. ഇത് അനങ്ങാതെ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അതങ്ങ് ഹീലാവും. അപ്പോൾ നമ്മൾ മുൻകാലങ്ങളിലൊക്കെയാണ് ഇത് മുറിവ് കരിയുന്നവരെ വീട്ടിൽ വയ്ക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് 2-3 പ്രാവശ്യം ടെസ്റ്റ് കൊടുക്കുക. മുറിവിൽ ഈച്ച ഇരിക്കായിരുന്നാൽ മാത്രം മതി. മുറിവിൽ ഈച്ച ഇരിക്കായിരുന്നാൽ വേറെ അപകടമൊന്നുമില്ല. ഈച്ച ഇരിക്കുന്നത് കൊണ്ടാണ് കൃമി ഉണ്ടാകുന്നത്. ഈച്ച മുട്ടയിടുന്നു. അതുപോലെ ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഒരുപാട് എൻ്റെ മുൻകാലത്തൊക്കെ ഞാനൊരു 10 മുറിവുകളുള്ള അതിഥികളെ എൻ്റെ വീട്ടിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് 10 മാസത്തോളം വെച്ചിരുന്നു. ചെറിയ നീറ്റിലുണ്ട്, അപ്പോൾ അകത്തോട്ട് വയ്ക്കുന്നില്ല. ചെറിയ നീറ്റിലുണ്ടാവും അദ്ദേഹത്തിന്, അപ്പോൾ ഞാൻ അകത്തോട്ടത് വെക്കുന്നില്ല. പിന്നെ നമ്മൾ എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. പുഴു ഉണ്ടായിരുന്ന ഒരു അതിഥിയെ, പ്രേക്ഷകർ ഓർക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പുഴു ഉണ്ടായിരുന്ന ഒരു അതിഥിയെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു. അറിയാമല്ലോ, പരമാവധി നമ്മുടെ പാമ്പുകൾ കൂടുകളിൽ 24 വർഷത്തോളം ജീവിക്കും എന്ന് കുറച്ച് പേര് ഇപ്പോൾ പൂജപ്പുര സ്നേക്ക് പാർക്കിലൊരു കണക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇതൊക്കെ കണ്ടിട്ട് നാളെ ഒരു സമയത്ത് ഇതുപോലെ അപകടത്തിൽ കിടന്ന പാമ്പിനെ തലയിൽ പൈപ്പ് കയറ്റി വെച്ചിട്ട് ചെയ്യാമെന്നൊന്നും വിചാരിക്കരുത്. എല്ലാം എനിക്കാണ് പ്രശ്നം, വേറെ ആരും ചെയ്താലും പ്രശ്നം വരുന്നില്ല. നമ്മളെന്തായാലും ഇതിനെ നമ്മൾ എല്ലാം ചെയ്യും. നമ്മൾ ഇത് മാത്രമല്ല, നമ്മളൊരു യാത്രയ്ക്ക് നമുക്ക് നായെ കെട്ടി തലയിൽ പാത്രം കുരിക്കാൻ നായെ കെട്ടി നമ്മൾ അതിനെ രക്ഷിച്ചു. അങ്ങനെ ഒരുപാട് നമ്മളെല്ലാം വീഡിയോ ആക്കാൻ ശ്രമിക്കാറില്ല. ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ കിട്ടാറുണ്ട്, ഞാനതൊന്നും വീഡിയോ ആക്കാൻ ശ്രമിക്കാറില്ല. ഇപ്പോൾ ഇതൊക്കെ നമ്മളെന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മളെ വിശേഷങ്ങൾ പങ്കുവെക്കണം, എങ്കിലേ അറിയുള്ളൂ നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും നമ്മളിതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഒരുപാട് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ഒന്നുകിൽ നമ്മൾ ഷൂട്ടുള്ള സമയത്തായിരിക്കുമല്ലോ അതിനെ കിട്ടുന്നത്. മുൻകാലങ്ങളിലൊക്കെ നമ്മളതിനെ പിടിച്ച് വെച്ച് കൊടുക്കുന്നു, ഡോക്ടർ മയക്കാൻ ഇഞ്ചക്ഷൻ എടുക്കുന്നു. അങ്ങനെ മയക്ക ഒരുപാട് കേസുകൾ മരിച്ചതുകൊണ്ടാണ് ഇപ്പം ഞാൻ മയക്കാതെ കഴിവിൻ്റെ പരമാവധി കിട്ടുന്ന അതിൽ അപ്പം തന്നെ. ഇന്നിപ്പോൾ നമുക്ക് യാത്ര ഉള്ളതുകൊണ്ടാണ് നമ്മളിതിനെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇല്ലെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ അതിനെ സമയം കിട്ടുമ്പോൾ റെഡിയാക്കി അങ്ങനെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിവിൻ്റെ പരമാവധി നമുക്കിപ്പോൾ ഇതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് രക്ഷപ്പെടുമെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നാട്ടി വിടാൻ പറ്റുമോ?
നാട്ടി വിടാൻ പറ്റും. അത് ചിലപ്പം ചില കേസിൽ വലിയ മുറിവൊക്കെ മരിച്ചു പോകും, നമ്മൾ എന്തൊക്കെ ചെയ്താലും മരിച്ചു പോകും. പക്ഷേ നമ്മൾ നാട്ടിൽ വിട്ട് കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് ഇത് നാട്ടിൽ വെച്ചാൽ ആളില്ലാത്ത സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും തോട്ടിൻ്റെ ആറ്റിൻ്റെ തീരത്ത് നമുക്ക് വിടാൻ വേണമെങ്കിൽ എന്ന് വെച്ചാൽ രക്ഷപ്പെടുന്ന ഉറപ്പില്ലല്ലോ. പക്ഷേ ഇതെന്തായാലും നമുക്ക് രക്ഷപ്പെടും, ഉറപ്പായിട്ട് രക്ഷപ്പെടും, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഏകദേശം 90% ക്ലീനിങ് കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് വേറെ ഒന്നുമില്ല, ഇത് ബിറ്റാഡിൻ സാധാരണ ഹൈമാക്സിൻ, അത് നമ്മുടെ എന്താ പറയുക മൃഗങ്ങൾക്കൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷേ ഇത് നമ്മൾ 1-2 പ്രാവശ്യം പരീക്ഷിച്ചപ്പോൾ നമുക്ക് മനുഷ്യന് ഉപയോഗിക്കുന്നില്ലേ, അപ്പോൾ നല്ലതായിട്ട് തോന്നി, നല്ല ഇതായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് ശേഷം എല്ലാ പാമ്പുകൾക്കും ഒരു അപകടം ഉണ്ടാകുമ്പോൾ കിട്ടുന്നതിനൊക്കെ ഈ ബിറ്റാഡിൻ ഓയിൽമെൻറ്റ് നന്നായിട്ട്, അപ്പോൾ നന്നായിട്ടത് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് നന്നായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അവർക്കറിയാമോ നമ്മൾ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്, അവർക്കറിയില്ല, ഒരു പാവം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 2 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ ഡ്രസ്സ് ചെയ്തിട്ട് കാട്ടിലേക്ക് വിടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഈ മുറിവ് അത്ര ചെറുതല്ല. ഏകദേശം നമ്മുടെ മുറിവിൽ മരുന്ന് അകത്തോട്ട് വെച്ചില്ല, മുറിവിന് അകത്തോട്ട് കയറ്റി വെച്ചില്ല. അപ്പോൾ നമ്മൾ ബാൻഡ് ചെയ്യുമ്പോൾ അകത്തേക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും തുണി വെച്ച് മടക്കിയിട്ട് അതിന് നമ്മുടെ പ്ലാസ്റ്റിക് നമ്മുടെ സ്റ്റിക്കർ വെച്ച് ഒട്ടിക്കും. അപ്പോൾ സ്റ്റിക്കർ വെച്ച് ഒട്ടിക്കുമ്പോൾ അത് ഇളകി പോകത്തില്ല. മറ്റേ തുണി വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഇളകിപ്പോകും. കാരണം നമ്മളങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ മുൻകാലങ്ങളിൽ ചെയ്ത് തുണി വെച്ച് കെട്ടിയിടും, കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ ബാൻഡേജ് ഊരിപ്പോവും, ആ ബാൻഡങ്ങ് ഊരിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്നുള്ളതുകൊണ്ട് നമ്മൾ തന്നെ കുറച്ചുകൂടി കട്ടിക്ക് ആ നീര് കുറച്ച് കൂടുതൽ ഒലിച്ച് പോകുന്നുണ്ട്. കുറച്ചുകൂടി കട്ടിക്ക് അവിടെ വയ്ക്കണം. സാധാരണ പശുവിനൊക്കെയാണ്, മറ്റേ പശുവിനും നായ്ക്കൾക്കാണെങ്കിൽ നമ്മൾ ഹിമാക്സിൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് വാങ്ങും. പക്ഷെ നമ്മളത് വീട്ടിലെ പശുവിനൊക്കെ മുറി വരുമ്പോൾ ഞാൻ അതാണ് വാങ്ങി ഉപയോഗിക്കും. പശുവിൻ്റെ നായ്ക്കൊക്കെ വരുമ്പോൾ ഞാൻ അതാണ് വാങ്ങി ഉപയോഗിച്ചത്. നമുക്ക് ഇവിടെ അതല്ല വേണ്ടത്. ഇവിടെ നമുക്ക് മനുഷ്യനെ പോലെ നമ്മൾ അദ്ദേഹത്തെ നല്ല രീതിയിൽ, കാരണം നല്ല രീതിയിൽ സ്റ്റിക്കർ ഒട്ടിച്ച് വിട്ടാലോ പറ്റില്ലെങ്കിൽ നമ്മൾ അത് ഇളകിപ്പോവും. അപ്പോൾ ഇവിടെ നിന്ന് ദേഹത്തുനിന്ന് തന്നെ ഇങ്ങനെ ഒട്ടിച്ച് വിട്ടില്ലെങ്കിൽ ഒന്ന് ഫുള്ള് എയർ പിടിച്ചിരിക്കും. അപ്പോൾ ഒന്ന് ലൂസാവട്ടെ, എന്നിട്ട് നമുക്ക് പതുക്കെ കുറച്ചുകൂടി കയറ്റി ഒട്ടിക്കണം. കുറച്ചുകൂടി കയറ്റി ഇങ്ങോട്ട് ഒട്ടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കർ
നനഞ്ഞു കഴിഞ്ഞാൽ ഊരിപ്പോരും. ഈച്ചരിക്കാതിരിക്കാൻ വേണ്ടി ഈച്ച ചിലപ്പോൾ ഈ പഴുപ്പിൻ്റെയൊക്കെ സ്മെല്ലുണ്ടെങ്കിലേ, ആ നീരിൻ്റെ സ്മെല്ലുണ്ടെങ്കിൽ ചിലപ്പോൾ ഈച്ചരിയും. ഇതിനിപ്പോൾ ഒരു 5-10 പേര് ആവശ്യമൊന്നുമില്ല, ഒറ്റയ്ക്കാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. 5-10 പേര് ആവശ്യം, ആൾ കൂടുമ്പോഴത്തേക്ക് അത്രയും റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് ആരോടും അഭിപ്രായം ചോദിക്കേണ്ട, നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാം. ഏകദേശം 5.5 അടിയോളം നീളമുള്ള ഒരു മൂർഖൻ അതിഥിയായി വണ്ടി കയറി. ഏത് വണ്ടിയാണ് നമ്മൾ കണ്ടില്ല, വീട്ടുകാരും കണ്ടില്ല. അവരിതിനെ കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്, ഈച്ച പറക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ ഞാൻ ചെന്ന് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇവിടെ എയർ ഫുള്ള് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ശകലം എയർ ടൈറ്റാണ്. കാരണം എയർ ടൈറ്റ് നമ്മൾ ഒട്ടിച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അല്പസമയം കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും. അപകടമാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ പറയാൻ കാരണം ഇത് 1, 2, 10 അല്ല, ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ അങ്ങ് റിലീസ് ചെയ്യുകയാണ്. നോക്കാം, ഇതാ പാവം എടുത്ത് കണ്ട ഉടനെ നമ്മൾ അദ്ദേഹത്തെ അങ്ങ് വേണ്ട, നല്ല രതി കണ്ട, നല്ല ആരോഗ്യം കണ്ട, ഇപ്പോൾ ശ്വാസം എടുത്തുണ്ട് പാവം. നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളിതിനെ എടുത്തങ്ങ് എവിടെയെങ്കിലും കൊണ്ട് കളയും. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും പല സ്ഥലത്തും വലയിൽ കുരുങ്ങിയ അതിഥികളെ വലയോടെടുത്ത് തോട്ടിക്കൊണ്ട് കളയുന്നു. ചത്തുകിടം, മണലി, മൂർഖൻ, ചേര, പല സ്ഥലത്തും. ഇപ്പോൾ വീണ്ടും പഴയതുപോലെ ആൾക്കാർ ആ കൊലപാതകത്തിലേക്ക് പോയി, ആ മരണത്തിലേക്ക് പോയി. എന്താണ് കാര്യം എന്നറിയില്ല. ആൾക്കാർ ഇതിനെ ഞാൻ വളരെ കഷ്ടപ്പെട്ട്, ഞാനെന്ന് തന്നെ പറയാം, ഞാൻ വളരെ കഷ്ടപ്പെട്ടൊരു അവയർനെസ് കൊണ്ടുവന്നതാണ്. അത് കുറേ ആൾക്കാരോട് ചേർന്ന് ഇല്ലാതാക്കി, നശിപ്പിച്ച് കഴിയും. അതുകൊണ്ട് ഇപ്പോൾ എന്തായി, പാവം ജീവികൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാതെ. നല്ല ഗ്രോത്ത്, നല്ല വലിയ തല, നല്ല ആരോഗ്യം, നല്ല എന്താ പറയുക, സൂപ്പർ, നല്ല ആരോഗ്യം. എന്തായാലും നമ്മൾ അദ്ദേഹത്തെ പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, നമ്മൾ രക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും സന്തോഷം. നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നൊരു വ്യത്യസ്തമായ അനുഭവം പങ്കിടുകയായിരുന്നു. അല്ലെങ്കിൽ അതിഥിയുടെ നമുക്കൊക്കെ അപകടം പറ്റി നമുക്ക് ഓടി ഹോസ്പിറ്റലിൽ പോകാം, അല്ലെങ്കിൽ ആരുടെയും വിളിച്ച് പറയാം, അവർ മരുന്ന് വാങ്ങിക്കൊണ്ടിരും. പക്ഷേ ഇവറ്റുകൾ എന്ത് ചെയ്യും, ഈ സജീവികൾ എന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത എപ്പിസോഡിൽ പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി, നമസ്തേ.